Hi, welcome to Nisha's Dreams. ഇന്നൊരു ഹെവി ബിസി വർക്കിംഗ് ഡേ ആണ്. ഹെവി ബിസി വർക്കിംഗ് ഡേ ആണെന്ന് വെച്ച് ഞാൻ എക്സസൈസ് ഒന്നും മുടക്കത്തില്ല കേട്ടോ. അത് വീക്ക്ലി 5 days ഞാൻ നിർബന്ധമായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. 30 minutes ആണ് സൈക്ലിംഗ് ചെയ്യുന്നത്. 30 minutes കൊണ്ട് ഓൾമോസ്റ്റ് 13 kilometer സൈക്കിളിൽ കംപ്ലീറ്റ് ചെയ്യും. അതാണ് എൻ്റെ ടാർഗറ്റ് ഞാൻ ഫിക്സ് ചെയ്തേക്കുന്നത്. പാട്ടൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്, കാഴ്ചയൊക്കെ കണ്ടിട്ട്. എൻ്റെ സൈക്കിളിൽ അത് 200 calories കാണിക്കും, എൻ്റെ വാച്ചിൽ അത് 300 calories ആണ്. അത് രണ്ടിലും രണ്ടാണ് കാണിക്കുന്നത്. പക്ഷെ 13 kilometer കഴിയും. അത് എനിക്ക് കാണുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. അത് കംപ്ലീറ്റ് ചെയ്തു എന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ സന്തോഷമാണ് മുഖത്ത് കാണുന്നത്. എത്ര മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും ഒക്കെ വേർത്തൊലിച്ച് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഒരു എനർജി കിട്ടും, സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമ്മൾ ആ ഒരു ഫിക്സഡ് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഞാനിത് എല്ലാ പ്രാവശ്യവും പറയുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിത് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നേരെ വന്നിട്ട് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് കുറച്ച് ബസ്മതി റൈസ് കഴുകിയിട്ട് കുതിർക്കാനിടുകയാണ് ഫസ്റ്റ് ചെയ്തത്. ഇന്നത്തെ മുരളിയേട്ടന് കൊടുത്തയക്കാനും ലഞ്ചിനും ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഫ്രൈഡ് റൈസ് ആൻഡ് ചില്ലി പനീറാണ്. എളുപ്പമാണെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്താണ്. എളുപ്പമാണ്, പക്ഷേ അതും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടെ നല്ല ധൃതിയായിപ്പോയി. എന്നുവെച്ചാൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 45 minutes രാവിലെ എല്ലാം കൂടെ ചെയ്യാനായിട്ട് കിട്ടാറുള്ളൂ. കാരണം എനിക്ക് നേരത്തെ എഴുന്നേക്കൽ കുറച്ച് പാടാണ്. 5 മണിക്കൊന്നും ഞാൻ എഴുന്നേൽക്കാറില്ല. ഞാനൊരു 6:25 എഴുന്നേൽക്കത്തുള്ളൂ കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും കുറച്ച് നേരത്തെ എഴുന്നേറ്റൂടെ ചേച്ചിക്ക്. ഞാൻ നന്ദുന് സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അത്രയും നേരത്തെ എഴുന്നേൽക്കാൻ എന്ത് ചെയ്താൽ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. പിന്നെ എല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കിച്ചണിൽ എത്തുന്ന ഒരു 7:35, 40 ഒക്കെ ആയിട്ടാണ്. പിന്നെ ഒരു 7:40 എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 8:45, 8:50 വരെ ടൈമുണ്ട്. ഇതിനകമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചെല്ലാം കൂടെ ചെയ്യുന്നത്. അപ്പം ഫ്രൈഡ് റൈസ് ആദ്യം ഒന്ന് അതിന് വേണ്ടിയിട്ട് ബസ്മതി റൈസ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ വെള്ളത്തിൽ ഉപ്പിട്ട് വേവിച്ചു. പിന്നെ ഇത് അതിന് വേണ്ടിയുള്ള വെജിറ്റബിൾസ് എല്ലാം പനീറിന് വേണ്ടിയിട്ടും ചില്ലി പനീറിന് വേണ്ടിയിട്ട് സവോള, ക്യാപ്സിക്കം, പച്ചമുളക് എല്ലാം കൂടെ തലേദിവസം എല്ലാം കട്ട് ചെയ്ത് വെക്കുന്ന സംഭവമാണ്. പിന്നെ പച്ചമുളകൊക്കെ രാവിലെ ഒന്ന് അരിഞ്ഞ് വെക്കുന്നതാണ്. ആദ്യം ചില്ലി പനീറാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 tablespoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എണ്ണയിലോട്ട് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഞാനൊന്നിനും വെളിച്ചെണ്ണയല്ല, ഇതിപ്പം റൈസ് ബ്രാൻ ഓയിലാണ്. കുറേ പേര് ഏത് ബ്രാൻഡാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ മിക്കപ്പോഴും പവിഴമാണ് മേടിക്കുന്നത്. അതങ്ങനെ നല്ലതാണെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, എനിക്ക് കുഴപ്പമില്ല തോന്നിയിട്ട് മേടിക്കുന്നതാണ്. ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നൊന്നുമില്ല, ഞാനത് മേടിക്കുന്നതേ ഉള്ളൂ. ഇനിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേക്കും സവോളയും ക്യാപ്സിക്കവും പച്ചമുളകും കൂടെ ഒരുമിച്ച് കിട്ടും. എന്നുവെച്ചാൽ ചില്ലി പനീർ ആകുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് വഴണ്ടി വരുമൊന്നും വേണ്ടല്ലോ. എല്ലാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേഗം വഴറ്റിയെടുക്കാം. എളുപ്പമാണ് കേട്ടോ ചില്ലി പനീർ. ഞാനങ്ങനെ പനീർ വേറെ ആയിട്ട് സെപ്പറേറ്റ് സോട്ട് ചെയ്തെടുക്കുകയൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടെ ഇട്ടു. എന്നിട്ട് വേഗം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ പനീർ ഞാൻ കുറച്ച് നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു, ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ പനീർ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. സെപ്പറേറ്റായിട്ട് ഞാൻ ഫ്രൈ ചെയ്തില്ല. ഇങ്ങനെ നല്ല തിളച്ച വെള്ളത്തിട്ട് വെക്കുമ്പോൾ പനീർ നല്ല സോഫ്റ്റ് പനീറായി കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ പനീറും കൂടെ ഇട്ടൊന്ന് വഴറ്റിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഇടുന്നത് സ്പ്രിംഗ് യൂണിയൻ്റെ ആ തണ്ട് ഭാഗം മാത്രം ഒന്ന് ആദ്യം ഇട്ട്, ലീഫി ഭാഗം ലാസ്റ്റ് ഇട്ടാൽ മതി. പിന്നെ സോസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. സോസിന് വേണ്ടിയിട്ട് റെഡ് ചില്ലി സോസ് 2 tablespoon, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് 1 tablespoon, പിന്നെ സോയ സോസ് 1 tablespoon. ഇതാണ് ഞാൻ ഒഴിക്കുന്ന പ്രപ്പോർഷൻ. അപ്പം 2:1:1 അങ്ങനെ നോക്കിയാൽ മതി. ഇത് എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ആദ്യമേ ഒഴിക്കാതെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ് കേട്ടോ. അപ്പം ഓരോ ഇതിനിപ്പം മഞ്ചൂരിയൻ ആണെങ്കിലും അതിന് പ്രപ്പോർഷൻ മാറി വരും. ഇപ്പം ഞാൻ ചില്ലി പനീർ ഉണ്ടാക്കുമ്പോൾ ആ ചില്ലി സോസ് കൂടുതൽ ചേർക്കുന്നു, 2 tablespoon ചേർക്കുന്നു. അങ്ങനെ നോക്കിയാൽ മതി. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിൻ്റെ കൂടെ ഞാൻ ഹണി 1 teaspoon, സാധാരണ നമ്മൾ പഞ്ചസാര ചേർക്കത്തില്ലേ പുളി ബാലൻസ് ചെയ്യാൻ, അതിന് പകരം 1 teaspoon ഹണി ചേർക്കും. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനെ ഹണി സോസിൻ്റെ കൂടെ ചേർത്തിട്ട്
മിക്സ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉഗ്രനായിട്ട് വരും. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നല്ലതായിരിക്കും. അപ്പോഴത്തേക്കും പനീർ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. പക്ഷേ ബാക്കി നമുക്ക് സോസിൻ്റെ കൂടെ ചേർത്ത് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം ആ സോസ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ പെപ്പർ, കുരുമുളക് പൊടി, ഇത് വീട്ടിൽ പൊടിക്കുന്നത് തന്നെയാണ് കേട്ടോ, ഞാൻ വീട്ടിൽ പൊടിച്ച് വെച്ച കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇനിയും പനീറിൻ്റെ കൂടെ സോസും ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് നല്ല വഴറ്റി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഞാൻ ഡ്രൈ ചില്ലി പനീറാണ്. ഈ ചൈനീസൊക്കെ എപ്പോഴും ഡ്രൈക്കാണ് ടേസ്റ്റ്. പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിലും ഈ ചൈനീസ് വിഭവങ്ങളൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്നാണെങ്കിൽ ഡ്രൈക്കല്ലേ ടേസ്റ്റ്, ഗ്രേവിയേക്കാളും എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ചിലതൊക്കെ ഗ്രേവിയാണ് നല്ലത്. ഇപ്പം കുംബാവു ചിക്കൻ അതൊക്കെ ഗ്രേവിയാണ് നല്ലത്. പക്ഷേ ചില്ലി ചിക്കനൊക്കെ എപ്പോഴും ഡ്രൈ അല്ലേ നല്ലത്. ഇടയ്ക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ബട്ടർ ഒന്ന് അരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് അതൊന്ന് പച്ച മണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്തു. ഇനി ലാസ്റ്റ് പനീർ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും സ്പ്രിംഗ് ഓണിയൻ്റെ ലീഫി ഭാഗം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. ഇത്രയേ ഉള്ളൂ. ചില്ലി പനീർ റെഡിയായി, നല്ല അസലായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഡെഫിനറ്റായിട്ടും ഇങ്ങനെ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയാണ്. ഇനിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഫ്രൈഡ് റൈസിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. ഇപ്പം ബീൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, പിന്നെന്താണ് ക്യാബേജ് ഉണ്ട്. ഇതെല്ലാം കൂടെ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഫ്രൈഡ് റൈസിന് ശ്രദ്ധിക്കേണ്ടതാണ് വെജിറ്റബിൾസിൻ്റെ ഒന്ന് വഴണ്ട് വരണ്ട, പച്ച ടേസ്റ്റ് മാറണ്ട. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അത് കഴിയുമ്പോൾ തന്നെ വെന്ത റൈസ് ചേർക്കണം. റൈസ് ഇട്ടിട്ടും ഹൈ ഫ്ലെയിമിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. റൈസിനും ഒരു 70% വേഗം ആവാവൂ. എൻ്റെ റൈസ് ഇച്ചിരി ഒന്ന് കുഴഞ്ഞു പോയായിരുന്നു, എല്ലാം കൂടെ ഒരുമിച്ച് ധൃതി പിടിച്ച് ചെയ്തുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയ്ക്ക്. അപ്പം റൈസ് വെന്ത് പോയാലും ആ ഫ്രൈഡ് റൈസിന് ഒരു ലുക്ക് ഉണ്ടാവത്തില്ല. അത് ശ്രദ്ധിക്കണം കേട്ടോ, കുഴഞ്ഞു പോകാതെ. പിന്നെ റൈസ് ചേർത്ത് കഴിഞ്ഞ് മിക്സ് ചെയ്യാൻ നേരത്ത് ഒരു ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ ഇപ്പോൾ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇപ്പം ഞാനൊരു ഇച്ചിരി സോയാ സോസ് ചേർത്തു, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്താണ് മിക്സ് ചെയ്ത് ഫ്രൈഡ് റൈസിന്. ലാസ്റ്റ് അത് ഓപ്ഷനിലാണ്, ഞാൻ ഇച്ചിരി വിനിഗർ ചേർത്ത്. നമ്മൾ കഴിക്കാൻ നേരത്ത് ചില്ലി വിനിഗർ ഒഴിച്ച് കഴിക്കത്തില്ല. അപ്പം വിനിഗർ ഓപ്ഷനിലാണ്, അത് അത്യാവശ്യമില്ല. എനിക്ക് ആ ചില്ലി വിനിഗറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം അത് തികച്ച ഓപ്ഷനല്ല. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് മതി വിനിഗർ. അപ്പം ഇത്രേ ഉള്ളൂ, ഫ്രൈഡ് റൈസ് റെഡി. എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതെല്ലാം കൂടെ ധൃതി പിടിച്ച് രാവിലെ ചെയ്യുമ്പോഴത്തേക്ക് നല്ലതായിട്ട് ടയർഡാവും. പിന്നെ ഞാൻ ആ ചിയ സീഡ് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നോർമൽ വെള്ളമൊക്കെ വേഗം കുടിക്കുമായിരുന്നു. പിന്നെ സാധനങ്ങളെല്ലാം തിരിച്ച് ഒതുക്കി വെക്കൽ പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് പുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, കടല ഇരിപ്പുണ്ടായിരുന്നു, പുട്ട് ആവി കയറ്റൽ പരിപാടി. കാരണം ലേറ്റായി കഴിഞ്ഞ കാരണം മുള്ളെണ്ണ പോകാറായ കാരണം എനിക്ക് പുട്ടെല്ലാം മുള്ളെണ്ണി ചൂടായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും കഴിക്കാൻ പാടാണ്. പിന്നെ ഞാൻ പുട്ടെടുത്ത് അത് ഉടച്ച് തണുപ്പിക്കാനൊക്കെ വെക്കണമായിരുന്നു. കാരണം ചൂട് പുട്ട് പെട്ടെന്ന് കഴിക്കാനായിട്ട് പാടാം. ഒന്നാമത് പുട്ടും കടലയും കൂടെ ദോശ കഴിക്കുന്ന പോലല്ല, കുറച്ച് സമയം എടുത്ത് കഴിക്കേണ്ട സാധനമാണ്, വിശദമായി കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതെല്ലാം കൂടെ ഞാൻ ടിഫിൻ ബോക്സിലാക്കി. അതും ഇനി തണുക്കണമല്ല, കാരണം ചൂടോടുകൂടി ഇതും ലഞ്ച് ബോക്സിനകത്ത് അടച്ചു വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതും ഇനി ലഞ്ച് ബോക്സിലാക്കി ഞാൻ വിളമ്പി ഒന്ന് ഇച്ചിരി ചൂട് മാറട്ടെ. കാരണം നമ്മൾ പാത്രം ആ ഒരു പാകത്തിൽ വിളമ്പാനും പാടില്ല. അതിൻ്റെ ഒരു ചൂട് കുറച്ച് മാറിയിട്ട് നമ്മൾ പാത്രത്തിലോട്ട് വിളമ്പാവും. പിന്നെ വിളമ്പിയിട്ട് ഞാൻ ഫാനിൻ്റെ അടിയിലൊക്കെ കൊണ്ടുവെക്കും. നല്ല ചൂട് മാറിയിട്ട് ആവി നല്ലപോലെ വരുന്ന ഇത് മാറിയിട്ട് അടച്ചും വെക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആവിയെല്ലാം ആയിട്ട് അതൊരു വല്ലാതെ ആയിപ്പോകത്തില്ലേ. പിന്നെ അതെല്ലാം ആക്കി. പിന്നെ പക്ഷേ ഓഫീസിൽ കൊണ്ടുപോയപ്പോൾ പനീർ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, പനീർ ഉഗ്രനായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഡെഫിനറ്റായിട്ട് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ചില്ലി പനീർ സാധനം എല്ലാവരും ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടൊക്കെയല്ലേ ചെയ്യുന്നത്, ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു വേഗം ഉള്ളെണ്ണ തൈരില്ലാതൊരു സംഭവമില്ല, അപ്പോൾ പെട്ടെന്നൊരു സാലഡ് ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ ഈ കുക്കുംബറൊക്കെ ഇങ്ങനെ വേഗം ചെയ്ത് വെക്കുന്ന കാരണം എളുപ്പമാണ്, പെട്ടെന്ന് സാലഡ് ഉണ്ടാക്കി കൊടുത്തു. കാരണം കഴുകി റെഡിയാക്കി പെട്ടെന്ന് കഴിക്കാനായിട്ട് എളുപ്പത്തിൽ ഇങ്ങനെ ഫ്രിഡ്ജിലിരിക്കുന്നതാണ്, നമുക്ക് പെട്ടെന്ന് സാലഡൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് വേഗം തൈര് മിക്സാക്കി. പിന്നെ പുട്ടൊക്കെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഉടച്ചു വെച്ചു, അല്ലെങ്കിൽ അത് ചൂടോടുകൂടി കഴിക്കാൻ പറ്റത്തില്ല. പുട്ട് കടല ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി. അങ്ങനെ എല്ലാം തീർന്നു കഴിയുമ്പോഴത്തേക്കും മനസ്സിന് രാവിലത്തെ ഒരു മാരത്തോൺ പണിയാണ് അങ്ങനെ കഴിഞ്ഞത്. അങ്ങനെ മുരളിയേട്ടന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പ്, പിന്നെ എൻ്റെ കാപ്പി കുടിയൊക്കെ അതാണ്. ഞാൻ ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കും കേട്ടോ, ഒരു 30 മിനിറ്റ്സൊക്കെ റിലാക്സ് ചെയ്ത് ഒരു TV കാണും ഒരു 30 മിനിറ്റ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് പിന്നെ വന്നിട്ട് ഞാൻ കുറച്ച് പണി ഉണ്ടായിരുന്നു എനിക്ക്. വീണ്ടും ഈ ഉണക്കമുളക് വറുത്ത് വെച്ചില്ലെങ്കിൽ പൂപ്പൽ വരുമല്ലോ.
ഇത് ഞാൻ ഈ ഇവിടെ ഫാം സ്റ്റോർ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ അവർ കഴുകി ഉണക്കി വെക്കുന്നതാണ്. വെച്ചാൽ അവിടെ നിന്നാണ് ഞാൻ ഈ പൊടികളെല്ലാം മേടിക്കുന്നത്. എൻ്റെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഞാൻ അവിടെ നിന്ന് ഡയറക്റ്റ് പൊടിച്ച് മേടിക്കുന്നതാണ്. ഞാൻ അല്ലാതെ ഈ നമ്മുടെ ബ്രാൻഡഡ് പൊടികളൊന്നും മേടിക്കാറില്ല. ഇവിടെ നിന്നാണ് ഞാൻ എല്ലാം. പക്ഷെ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ പൊടിച്ചു തരും. അപ്പം ഇതേപോലെ ഉണക്കമുളക് വറുത്ത് വെച്ചു. അതെനിക്ക് ചില്ലി ഫ്ലേക്സിനും പൊടിക്കണം. അപ്പോൾ ആദ്യം ഉണക്കമുളക് ഒന്ന് വറുത്ത് വെച്ചു. പിന്നെ അതേപോലെ ഗരം മസാല ഇതേപോലെ മേടിച്ചായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ അതും ഇനി മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിക്കുക. അപ്പോൾ ഇതേപോലെ മിക്സഡായിട്ട് ഗരം മസാല മേടിച്ച കാരണം അതും ഇനിയും നമുക്ക് പൊടിക്കണം. ഇങ്ങനെ പൊടിച്ച് വെച്ച് വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാല എപ്പോഴും എനിക്കിഷ്ടം. ഞാനത് പണ്ട് തൊട്ട് ഷാർജയിലായിരുന്നപ്പോൾ തൊട്ട് അവിടെ നിന്നും ലുലുവിൽ പോയി ഇതേപോലെ അത് പല പല പാക്കറ്റ് ഹോൾ സ്പൈസസ് ആയിട്ട് ഞാൻ നേരത്തെ ഗരം മസാലയുടെ ആയിട്ട് നിഷ സ്പൈസസിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തോ ഗരം മസാല എന്നും പറഞ്ഞിട്ട് എങ്ങനെ അതിൻ്റെ കറക്റ്റ് പാകത്തിലൊക്കെ വറക്കുക എന്നും പറഞ്ഞിട്ട് നിഷ സ്പൈസസിലൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതേപോലെ വലിയ പട്ടയുടെ കഷ്ണമൊക്കെ ചെറുതായിട്ട് മുറിച്ച ഇത് എന്താണത് ചെറുതാക്കിയിട്ടു. അല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ചെറിയ ചാലം പൊടിക്കാൻ പാടല്ലേ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ അടുത്ത് ഉണക്കമുളക് ഇതേപോലെ ഒന്ന് ചില്ലി ഫ്ലേക്സിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് നമ്മൾ ഒരുപാടൊന്നും ഉപയോഗിക്കത്തില്ലല്ലോ. ബാക്കി ഉണക്കമുളക് ഇതേപോലെ ഞാൻ ഉണക്കമുളക് പക്ഷേ അധികം കടുവർക്കാരൊന്നും യൂസ് ചെയ്യാറില്ല. എനിക്ക് ഈ ചുട്ടരച്ച് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് ഉണക്കമുളക് വേണ്ട. അല്ല ഞാൻ കടുവർക്കാൻ ഉണക്കമുളക് എടുക്കത്തേ ഇല്ല. മുളക് പൊടിയുടെ യൂസേജ് കുറവാണ്. മസാലകൾക്കൊക്കെ ഉള്ളൂ, മസാല കറികൾക്കൊക്കെ ഉള്ളൂ. അല്ലാതെ ഞാൻ തോരനൊന്നും മുളക് യൂസ് ചെയ്യാറില്ല. പിന്നെ ഗരം മസാല ചൂട് മാറിക്കഴിഞ്ഞ് അതും ഇതേപോലെ പൊടിച്ചു വെച്ചു. രണ്ടും കുപ്പിയിലാക്കുക. രണ്ട് സ്റ്റെപ്പായിട്ട് ഇതായിട്ട് ഒറ്റയടിക്ക് കയറിയില്ല. അപ്പോൾ രണ്ടായിട്ട് ആദ്യം ഒരു ഇതിൽ ഒന്ന് പൊടിച്ച് വെച്ചാൽ അത് പാത്രത്തിലാക്കി രണ്ടും കൂടെ വന്നിട്ട് മിക്സ് ചെയ്തിട്ടാണ് ചെയ്തത്. അല്ലെങ്കിൽ അത് വേറെ വേറെ ഇതായിട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ക്വാണ്ടിറ്റി വേറെ വേറെ ടേസ്റ്റ് വരരുതല്ലോ. സെപ്പറേറ്റ് മസാലയായിട്ട് എടുത്താൽ അതുകൊണ്ട് അത് ഒരുമിച്ചാക്കി ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ തന്നെ വെച്ചു. ചൂട് മാറിയിട്ടാണ് ഞാൻ കുപ്പിയിലാക്കിയത്. ഇതേപോലെ മിക്സ് ആക്കിയിട്ട് കുറച്ചൊന്ന് ചൂട് മാറിയിട്ട് ഗരം മസാലയുടെ ക്വാണ്ടിറ്റി കൂടുതലുണ്ടായിരുന്നു കേട്ടോ. ഇത് കുറേ നാൾ നിൽക്കും ഇങ്ങനെ ആക്കി വെച്ചാൽ. കാരണം കുറച്ചെടുത്താൽ മതിയല്ലോ. നല്ല ഒരുമാതിരി സ്ട്രോങ് മസാലയാണ്. അപ്പോൾ വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി. നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കുന്ന പറഞ്ഞാൽ നല്ല ഇതും സ്ട്രോങ് മസാലയാണ്. അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ച് കഴിയുമ്പോൾ കാണുമ്പോൾ തന്നെ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമ്മൾ വീട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്ത് റെഡിയാക്കി അതേപോലെ ചില്ലി ഫ്ലേക്സും ചെറിയ ബോട്ടിലാക്കി വെച്ചായിരുന്നു കേട്ടോ. അത് കാണുമ്പം അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. നമുക്ക് എത്ര ക്ഷീണമാണെങ്കിലും വയ്യെങ്കിലും ഇതൊക്കെ സ്വയം ചെയ്ത് വെക്കുമ്പം ഒരു എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നാറുണ്ട്. നമ്മൾ പുറത്തു നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ലത്. പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാനത് ചെന്ന് പൊടിപ്പിച്ച് എടുക്കുന്നതാണ്. എനിക്ക് വീട്ടിൽ ഇതേപോലെ ടെറസൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെന്ന് പൊടിപ്പിക്കുന്നതാണ്. അതും ഗോതമ്പ് പൊടിയൊക്കെ ഗോതമ്പ് കാണിച്ചു കൊടുത്ത് അങ്ങനെയാണ് അതൊക്കെ. അപ്പം അത് ഉപയോഗിക്കുമ്പോഴേ ഒരു തൃപ്തിയാണ്. ഗോതമ്പ് ചപ്പാത്തി ഉണ്ടാക്കുമ്പം ഒരു മായോ ഇല്ലല്ലോ എന്നുള്ളൊരു തൃപ്തിയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി പേരയ്ക്ക എടുത്തുകൊണ്ട് പോയി വീഡിയോ നേരെ എഡിറ്റിങ്ങിനാണ് പോയത്. റെസ്റ്റില്ലായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിലെ ഷീറ്റൊക്കെ മാറ്റണമായിരുന്നു, ബെഡ്ഷീറ്റ് മാറ്റണമായിരുന്നു. എഡിറ്റിങ് കഴിഞ്ഞ് നേരെ ബെഡ്ഷീറ്റ് മാറ്റാത്ത പരിപാടി ഒക്കെ നല്ല പണിയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഇപ്പോൾ മഴയാണ്ട് ഷീറ്റൊക്കെ ഉണങ്ങാനും നല്ല പാടാണ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് എനിക്ക് അപ്പുറത്തെ നന്ദുവിൻ്റെ റൂമിലെ മാറ്റണമായിരുന്നു. വെച്ചാൽ എല്ലാം കൂടെ ഒരുമിച്ച് നനയ്ക്കാനിടാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഓരോ ദിവസമായിട്ടാണ്. എനിക്കാണെങ്കിൽ ബ്ലാങ്കറ്റ് ഇല്ലാതെ രക്ഷയില്ല. മുരളിയുടെ നല്ല സ്പീഡിലാണ് ഫാൻ ഇടുന്നത്. ഇതെൻ്റെ വൈകുന്നേരമായി കേട്ടോ. എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഐസിട്ട് മുഖം ഇങ്ങനെ നന്നായിട്ടൊന്ന് നല്ലതാണ് നമ്മുടെ സ്കിന്നൊക്കെ ടൈറ്റ് ആവാനായിട്ട്. ഐസിട്ട് ഡെയിലി മുഖം ഒന്ന് ഇങ്ങനെ സർക്കുലർ മോഷനിൽ റബ്ബ് ചെയ്യും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. അത് കഴിഞ്ഞ് ജസ്റ്റ് എന്തെങ്കിലും ഒരു തുണിയോ ടിഷ്യൂ വെച്ചിട്ട് മുഖത്തൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കും. ബലത്തിൽ ഉരയ്ക്കത്തില്ല ടവൽ വെച്ചിട്ട്. പിന്നെ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു സ്കിൻ മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഇതേപോലെ ഒരു ജെയ്ഡ് റോളർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് എല്ലായിടത്തും ആമസോണിലോ ഒക്കെ എവിടെയെങ്കിലും, ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ച ജെയ്ഡ് റോളർ എന്നാണ് പേര്. ജെയ്ഡ് റോളർ വെച്ചിട്ട് ഏതെങ്കിലും ഒരു സ്കിൻ മോയ്സ്ചറൈസർ, ഞാൻ ഇന്ന ബ്രാൻഡെന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് മേടിച്ചിട്ട്, ഞാൻ മാമാരത്തിൻ്റെ ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ സ്ഥിരം കാണിക്കുന്നതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അവരുടെ എല്ലാം നല്ലതാണ്, അതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നു. അത് വെച്ചിട്ട് ഇതേപോലെ ജെയ്ഡ് റോളർ വെച്ചിട്ട് ഇതേപോലെ സർക്കുലർ മോഷനിൽ താഴേന്ന് മുകളിലോട്ട് ചെയ്യുക, അതാണ് നല്ലത്. പിന്നെ കഴുത്തിൽ നിന്ന് താഴേന്ന് മുകളിലോട്ട് ചെയ്യുക. അത് ഡബിൾ ചിന്നൊക്കെ കുറയാനും നല്ലതാണ്. നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് ഫ്ലോ ഒക്കെ കൂട്ടാൻ നല്ലതാണ് മുഖത്തെ. അപ്പം അത് നല്ലതാണ്, ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നൈറ്റിൽ ഈവനിങ് എൻ്റെ സ്കിൻ റൂട്ടീനാണ്, അതൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് അലമാരി ഡ്രസ്സൊക്കെ നനച്ചത് എടുത്ത് വെക്കാനുണ്ടായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഹെവി ബിസി ഡേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.